ഹലോ, എല്ലാവർക്കും നമസ്കാരം. അവലോൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ 3 ഇൻ വട്ടവട ആൻഡ് ഗ്ലിംസ് ഓഫ് ഉർവിയുടെ ലാസ്റ്റ് ഡേ. ഹലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി അധികം തണുപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എല്ലാവരും നല്ല സൂപ്പറായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ഉറക്കം? അത് ഇന്നിപ്പോൾ രാവിലെ തന്നെ വെള്ളത്തിൽ കൈ വെച്ചിട്ടാണ്. ഇവിടുത്തെ വെള്ളത്തിൽ കൈയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് ഫീലിങ്സ് ഒന്നും ഉണ്ടാവില്ല, മരവിച്ച് പോയിക്കോളും. അത്രയും തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന്. അപ്പം ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യണ സൂര്യനെ ആയിരിക്കുള്ളൂ. സൂര്യൻ്റെ ഒരു 8 മണിയാവുമ്പോഴേക്ക് എത്തുള്ളൂ ഇവിടെ. സൂര്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സൂര്യനെ മതി, ആർക്കും തണുപ്പ് വേണ്ട. അപ്പോൾ എന്തായാലും ഇന്നപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നു. അപ്പോൾ അതിനു മുമ്പുള്ള ചെറിയ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കിച്ചണിലേക്ക് പോവാം. എന്താ പരിപാടി? ഓ, റാഗി. അപ്പോൾ റാഗി ചാവയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഉപ്മാവ്. ഉപ്മാവാണ് എന്താ പരിപാടി? ഓക്കെ, നമ്മുടെ മെയിൻ ഷെഫ് തേജസ് ഭായി തന്നെയാണ്. അസിസ്റ്റന്റ് ഷെഫ് എന്നാ പോയി. അസിസ്റ്റന്റ് ഷെഫ് ഇവിടെ ഉണ്ട്. അസിസ്റ്റന്റ് ഷെഫ് ബദാം ക്ലീനിങ് പരിപാടിയിലാണ് റാഗി ചായ കൊണ്ടുള്ള. സൂര്യൻ വന്നപ്പോ തന്നെ എല്ലാവരും സൺബാത്തിന് റെഡി ആയിട്ട് വന്നിരിക്കുന്നു. യെസ്, എന്നാ വന്ന് നിൽക്കാന്നല്ലേ? ശരിക്കും വ്ലോഗാണ് ഞാനും വന്ന് നിൽക്കാന്ന്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇവര് വരെ വെയിലത്താണല്ലോ നടക്കണത്. അങ്ങനെ ഉപ്മാവിൻ്റെ പരിപാടികൾ തുടങ്ങി. ഇത് ഡാൽഡ അല്ലേ? ഡാൽഡ, നെയ്യ്, ഇഞ്ചി, സവാള, എന്തായിരുന്നു പറഞ്ഞത്? ഓക്കെ, ബീൻസ്, മുളക്, പിന്നെ തേങ്ങാപ്പുര. എനിക്ക് പറഞ്ഞാൽ ഫുഡ് ബ്ലോഗറാകാൻ തോന്നണ്ട. ഓക്കെ ഓക്കെ, അസിസ്റ്റന്റ് ഷെഫ്. റാഗി ചാവയൊക്കെ കുടിച്ച് എല്ലാവരും എനർജിയായി. ഒരു ഹാഫ് അവർ വി ആർ ഗോയിങ് ഫോർ മെഡിറ്റേഷൻ. സാധിച്ചെടുത്തു. അടുത്ത് വെങ്കി. No. Yes. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് റെഡി. കുറച്ച് പേരൊക്കെ കഴിച്ചു തുടങ്ങി. എല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പോകാനായിട്ടുള്ള പ്ലാൻ. ക്യാമറമാൻ തേജസ് ഭായിയോടൊപ്പം വട്ടവടയിൽ നിന്ന്. ഫോറസ്റ്റ് എടുക്കണം നല്ലത്. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ കഴിഞ്ഞു.
ഇനി എല്ലാവരും പിരിയാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുറേ പേര് ബസ്സിന്, കുറേ പേര് ഓൺ വെഹിക്കിളിനൊക്കെ വന്നേക്കണം. നിങ്ങൾ ഓൺ വെഹിക്കിളല്ലേ വന്നേ? ഓക്കെ, നമ്മുടെ വൈറ്റിംഗുകാരൻ പുള്ളി ഇവിടെ തന്നെ ഇരിക്കുന്നതാണ്. പുള്ളി നാളെ വരുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പിരിയും. അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു. കുറേ പേരൊക്കെ ഇവിടെ പാക്ക് ചെയ്തിരിക്കുന്നുണ്ട്. കുറേ പേരൊക്കെ മേളിൽ തന്നെ. ചില ആൾക്കാരൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് സോളോ ട്രിപ്പ് ആയിരുന്നു. പിന്നെ ഇദ്ദേഹം 50 ആയി ഏജ്, പക്ഷെ ഇപ്പോഴും സോളോ ട്രിപ്പ് നമ്മുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് പയ്യെ നമ്മ നടന്ന് കോവിലൂരിലേക്ക് പോകുന്നു. ഇവര് കൊട്ടക്കൊമ്പൂർ നിങ്ങൾ കൊട്ടനല്ലോ പോണത്? വണ്ടി ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മ കോവിലൂർ വരെ വീണ്ടും നടപ്പ്. ഞാൻ നേരെ പ്രോപ്പർട്ടി ഇത്രയും ലോങ് ആയി. അയ്യോ, വി ആർ ഗോയിങ് ബാക്ക്. ഇതേ വില്ലേജ് കുറച്ച് പിള്ളേരുടെ നമുക്ക് ടാറ്റയൊക്കെ തന്നെ. ബായ്. പിന്നെ അമ്മ ഇവിടെ എത്തിയപ്പോൾ ഒരാളെ മീറ്റ് ചെയ്ത്. വലിയ എനിക്ക് തോന്നുന്നു ആദ്യമേ ഇറങ്ങിയവരുടെ കൂടെ കൊട്ടക്കമ്പൂർ വരെ പോയിട്ട് തിരിച്ചു തന്നെയാണെന്ന് തോന്നുന്നത്. വഴിയിൽ വെച്ച് വള്ളിയിലൊന്ന് കണ്ടായിരുന്നു. ഇതേ വെട്രീനെ വഴിയിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. വെട്രി വല്ലിനെ കണ്ട്. എന്താന്ന് വെച്ചാ നിങ്ങള് വരുന്നവര് നല്ലവണ്ണം സ്നേഹമായിട്ട് ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്ന കാരണം അതിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെല്ലാം വിട്ടുപോകും. അനീഷ, കിരൺ, ഓടി, നായി കടിച്ചിട്ട് ഓടി. വഴിയിൽ വെച്ചൊരു ചേച്ചിനെ കിട്ടി. വന്നിരുവാ പരവാല്ലേ? രണ്ടുമേ പറയൂ. ചേച്ചി പറഞ്ഞു ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ സ്ട്രോബെറി ഒരു കടയുണ്ട്. അപ്പോൾ ഞാൻ മേടിക്കണല്ലോ സ്ട്രോബെറി, അവിടെ കൂടുതൽ രണ്ടുപേരും മേടിക്കുന്നുണ്ട്. എന്തായാലും വെള്ളച്ചാട്ടം കണ്ടിട്ട് പോവാം. അവരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ കണ്ടാ പോകുന്നത്. ഇതാണ് അവരുടെ വീട്, മഡ് ഹൗസ്. ഓക്കെ, ആൾക്കാർ മൊത്തം ഇവിടെ വന്ന് കുളിക്കും. ഒരു വില പിന്നെ സൈലന്റ് വാലി അവിടെ ഉണ്ട്, അവിടെ അങ്ങിருந்து வந்து ഇവിടെதான் കുളിച്ചിട്ടാ പോകും. ഓക്കെ, ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണ് അവരുടെ തൊട്ടയത്തിന് സ്ട്രോബെറി ഫാം. അവിടുത്തെ ചേട്ടൻ സ്ട്രോബെറി ഒക്കെ എടുത്ത് കവറിൽ വരുന്നുണ്ട്. വന്നിരുവാ പുള്ളി പറിച്ചോളൂ. അക്കക്ക് ഇവിടെ വരെ എത്തിയപ്പോ തന്നെ അക്ക മരിക്കാറായി. അപ്പൊ ഇവരുടെ മഡ് ഹൗസിൽ വന്ന് അകത്ത് ഇത് ചുമ്മാ കിടക്കാൻ മാത്രം. ഓക്കെ, പേരെന്നാ നിങ്ങള്? മുത്തുമാരി. അവിടെ മോള് പേര് ഈശ്വരി. രണ്ട് പെൺമക്കൾ മാത്രമേ എനിക്ക്. അങ്ങനെ സ്ട്രോബെറി ഒക്കെ മേടിച്ചു, പയ്യെ നടന്നു തുടങ്ങി. അപ്പോൾ സ്ട്രോബെറി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഞാൻ ബസ്സിലാണല്ലോ വന്നത്. അപ്പോൾ ഇവർ കാരണമായതുകൊണ്ട് കുറച്ച് മേടിച്ചു. മേളിൽ ഇവരുടെ ഷോപ്പുണ്ട്, അവിടെ നിന്ന് ജാമ് മേടിക്കാം. വെറുതെ എൻ്റെ മോൾക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ജാമ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേളിലെത്തി, ഓൾമോസ്റ്റ് കൊട്ടക്കമ്പൂരിലെത്തി. അപ്പോൾ മേളിൽ നിന്ന് തനിച്ചിറ ജാമ് മേടിച്ചു. 250 രൂപയാണ് കൊടുക്കുന്നത്, 200 രൂപ തന്നു. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ കാറിനല്ലേ, കാർ എവിടെയാണ്? ഇല്ല, ഞങ്ങൾ ബൈ വാക്ക്. അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. കാശപ്പുറത്താണെന്ന് കരുതി 1 കിലോ മരത്തക്കാളി മേടിച്ച് പെട്ട് നിൽക്കുന്നത്. മരത്തക്കാളിക്ക് പോയിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ കോവിലൂർ വരെ
ഇവരുടെ വണ്ടിയിലാണ് പോകുന്നത്. നടന്നു പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവർ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കോവിലൂർ ചെന്നിട്ട് അവിടെ ഏതെങ്കിലും ഫാമൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം. നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ കിടപ്പുണ്ട്. 1:20 ബസ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് കാരണം എപ്പോഴും ഇருக்கு ഓക്കെ നല്ല ഇருக்கு. നമ്മളെ പരിചയക്കാരുണ്ട്. അത് ഈ മലബാർ ഹോട്ടലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വെച്ചിക്കണം. ഞങ്ങൾ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ മലബാർ ഹോട്ടലിൽ നിന്ന് ഊണ് പറഞ്ഞു. ഊണിൻ്റെ സമയമായി. സമയം 12:30 ആയിട്ടുള്ളത്. കിട്ടുമില്ലെന്ന് അറിയില്ലായിരുന്നു. ചോദിച്ചാൽ ഊണ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഊണ് കഴിക്കാൻ വിചാരിച്ചു. വേറെ വല്ലതും കഴിച്ചു വെറുതെ വയറിന് വല്ല പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിലായതുകൊണ്ട് ബാത്റൂമില്ലാത്ത സംഭവമുള്ള അതുകൊണ്ട് ഊണ് കഴിക്കാൻ വിചാരിച്ചു. ഊണെത്തി. രാവിലെ പിന്നെ മൈൻഡൊന്നുമില്ല. വന്നപ്പോൾ തന്നെ അടി തുടങ്ങി. രാവിലെ പിന്നെ ഒരു ഡബിൾ ഓംലേറ്റ് പറഞ്ഞുണ്ട്. ഞാൻ പിന്നെ ശബരിമലക്ക് പോകാനായിട്ട് നോമ്പെടുത്തേക്കൊണ്ട് ഫുൾ വെജിറ്റേറിയൻ. അതിലെങ്ങനെയുണ്ട് സാമ്പാർ? അതിൽ കൊള്ളാതുകൊണ്ട് സാമ്പാർ ഇട്ടല്ലോ. സാമ്പാർ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. അതിൻ്റെ വേണം സാമ്പാർ കൂട്ടണോ മോര് കൂട്ടണോ എന്നൊക്കെ അതിനായിട്ട്. ആണോ? ഇനി മോരൊന്ന് ഇപ്പുറ സൈഡിൽ നോക്കി നീ എൻ്റെ മോരെങ്ങനെ ഓക്കെ. അപ്പോൾ ഞാൻ മോര് കഴിക്കാം. അങ്ങനെ ആ ഊണ് കഴിച്ചു. ഞാൻ രാഹുൽ ഊണും ഊണും ഡബിൾ ഓംലേറ്റ് അല്ലേ? പക്ഷേ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഇവിടുത്തെ വന്ന സമയത്ത് അവിടുത്തെ ഹോട്ടലിൽ കഴിച്ചതിനേക്കാളും ബെറ്റർ ആയിരുന്നു ഊണ്. അപ്പോൾ വട്ടവടയിൽ വരുമ്പോൾ കോവിലൂരിൽ ഇറങ്ങി ഈ മലബാർ ഹോട്ടൽ ട്രൈ ചെയ്യുക. സാധാരണ അങ്ങനെ നല്ല ഊണൊന്നും കിട്ടാത്തതാണ്. എന്തായാലും നല്ല ഊണായിരുന്നു. 11:15 ബസ്സിന് പോകാതിരുന്ന കുറച്ച് പേരെ നമുക്ക് ബസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 11:15 ബസ്സിന് പോകാൻ വേണ്ടി രാവിലെ തന്നെ ചാടിത്തുള്ളി പോകേണ്ടിയതാണ്. അപ്പോൾ ഓടി ബസ്സിൽ ചാടി കയറിയതാണ്. പക്ഷേ ബസ്സിൽ പിടിക്കണം 1:20. ഞാൻ വേജ് ബസ് പോകണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ക്ലിംസ് ഓഫ് ഉറുവിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ until next video, peace out.